ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കിടുക്കാച്ച ഒരു ആപ്ലിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിലോ അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നതും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചും അതേപോലെ ഇമെയിൽ വെച്ചും ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും നല്ല നിങ്ങൾ ഗൂഗിൾ ഐ ഡി വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിൻ വിത്ത് ഗൂഗിൾ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസിലേക്ക് എത്ര ഇമെയിൽ ഐ ഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ കാണിക്കും. അവിടെ നിന്ന് ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അനായാസമായിട്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിലായിരിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഒരു 300 കോയിൻ നിങ്ങൾക്ക് സൈനപ്പ് ബോണസായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, താഴത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ നിങ്ങൾക്ക് 300 കോയിൻ സൈനപ്പ് ബോണസായിട്ട് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡെയിലി ചെക്കിങ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെയിലി ചെക്കിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ അനവധി വീഡിയോയിൽ നമ്മുടെ ഡെയിലി ചെക്കിങ് എങ്ങനെയാണ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനും അതേ സെയിം പ്രോസസ്സിലാണ് ഡെയിലി ചെക്കിങ്. ഡെയിലി ചെക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്പിൻ ആൻഡ് വീൽ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്ത ഓപ്ഷൻ ഉണ്ട്. അപ്പം സ്പിൻ വീൽ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്പിന്നാവുന്നത്. സ്പിന്നായിപ്പോൾ 10 കോയിനാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അവിടെ നിങ്ങൾ ക്ലെയിം നൗ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓരോ 14 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുക. അൺലിമിറ്റഡ് ആയിട്ട് സ്പിന്നുണ്ട്. അതായത് ഓരോ 14 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇതേപോലെ സ്പിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ സ്ക്രാച്ച് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ആ ഒരു സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം രണ്ടാമതായിട്ട് നിങ്ങളുടെ കാണാൻ പറ്റും ക്യാപ്ച. ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ച കോഡുകൾ കിട്ടും. ആ ഒരു ക്യാപ്ച കോഡുകൾ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഒട്ടുമിക്ക വീഡിയോയിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഓരോന്നും എടുത്തെടുത്ത് കാണിക്കുന്നത്. അപ്പം ഓരോന്നും എടുത്തെടുത്ത് കാണിക്കുന്നത് കൊണ്ട് വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആകും. പിന്നെ നിങ്ങൾക്കും അപ്പോഴത്തേന് ഒരു ബോറിംഗ് ആകും. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്യേണ്ടത്, ക്യാപ്ച എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾക്ക് അറിയാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാജിക് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഒരു ആർട്സ് വരുന്നതായിരിക്കും. ആ ആർട്സ് ഒന്ന് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ആയിരിക്കും ഇൻ്റർഫേസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു 8 ബോക്സുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒരു ആർട്സ് ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ബോക്സ് ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഈ ഒരു ബോക്സിൽ നിന്നും നിങ്ങൾക്ക് അൺലിമിറ്റഡ് മണി ഏൺ ചെയ്യാൻ പറ്റും. ഈ 8 ഗിഫ്റ്റ് ബോക്സിൽ നിന്നും നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ലോഡിങ് ആർട്സ്. അപ്പം ആർട്സ് വരാനൊരു ജസ്റ്റ് ഒരു എറർ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചാൽ പുതിയൊരു ആപ്ലിക്കേഷൻ അതായത് ഇന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ കുഴപ്പങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊസസ് ചെയ്യാം. പക്ഷേ പേയ്മെൻറ്റ് പ്രൂഫ് പക്കയാണ്. ജസ്റ്റ് നമ്മൾ വിഡ്രോ ചെയ്ത അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് കയറും, അതായത് UPIയിലേക്ക്. അപ്പോഴത്തേന് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആവുന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബോക്സ് നിങ്ങൾക്ക്, അതായത് ഇന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുള്ള അടുത്ത 2 ദിവസത്തിൻ്റെ ഈ കമ്പനി അപ്ഡേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ സിൽവർ ബോക്സ്, ഗോൾഡ് ബോക്സ്, പ്രീമിയം ബോക്സ് കാണാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് സിൽവർ ബോക്സിൻ്റെ കാണാൻ പറ്റും. ആ സിൽവർ ബോക്സിൻ്റെ സെയിം രീതിയാണ് ഗോൾഡ് ബോക്സും പ്രീമിയം ബോക്സും. ജസ്റ്റ് സിൽവർ ബോക്സിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സിൽവർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ആഡ് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇൻസ്റ്റാൾ ആഡ് ആൻഡ് ഗെറ്റ് 330 കോയിൻസ് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഈ ഇൻസ്റ്റാൾ ആഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ആഡ് വരുന്നതായിരിക്കും സ്ക്രീനിൽ. ആ ഒരു ആഡ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക 2 മിനിറ്റ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് അയച്ചത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു 30 കോയിൻ ക്രെഡിറ്റ് ആവും. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇൻസ്റ്റാൾ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ആയിട്ട് ആഡ്സിലോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ്സിൽ ഏതൊരു ആപ്ലിക്കേഷനാണോ കാണിക്കുന്നത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മണി കിട്ടുന്നതായിരിക്കും. ഇവിടെ അവർ കറക്റ്റായിട്ട് പറയുന്നതുകൊണ്ട് ഡു നോട്ട് കം ബാക്ക് വിത്തൗട്ട് എ കംപ്ലീറ്റ്. അതായത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആർട്സിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ നിങ്ങൾ ബാക്ക് വന്നാൽ ആ ഒരു കോയിൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവത്തില്ല എന്ന് പറയുന്നവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
ഗൈസ് അപ്പോൾ ഒരു ആർട്സ് വന്നു. ആർട്സിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകും. അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക് വരുമ്പോൾ നിങ്ങൾ ഇതേപോലൊരു ഇൻ്റർഫേസിലെത്തും. കോയിൻ ബോക്സ് ആൾറെഡി ഓപ്പൺസ് ടു പ്ലീസ് ട്രൈ അഗൈൻ ടുമാറോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഗോ ടു ഹോം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗോ ടു ഹോം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിൽ വരും. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇതിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ UPIയിലേക്ക് മണി വിഡ്രോ ചെയ്യാൻ. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഓപ്പോസിറ്റ്, അതായത് 396 കോയിൻ്റെ ഓപ്പോസിറ്റ് റെഡീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 396 കോയിൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് 2000 കോയിൻ എന്ന് പറഞ്ഞാൽ 15 രൂപയായിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് 50,000 കോയിൻ ഉണ്ടെങ്കിൽ 600 രൂപയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എത്ര കോയിനാണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങോട്ടാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പ്ലാറ്റ്ഫോം കൂടെ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും UPI, ബാങ്ക്, പേപ്പാൽ, ബൈനാൻസ്, അതേപോലെ ആമസോൺ പേ, ഗൂഗിൾ പേ, എല്ലാ പ്ലാറ്റ്ഫോമും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.